കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരത്തിനായുള്ള നിയമപോരാട്ടം തുടങ്ങാനൊരുങ്ങി ഹർഷിന നിയമചികിത്സാ സഹായ സമിതി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കാത്തതുമൂലം ചികിത്സയ്ക്കായുള്ള പണം സ്വരൂപിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ് സമരസമിതി. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഹർഷിയുടെ വയറ്റിൽ കത്രിക കൊടുക്കുന്നത്. സംഭവത്തിൽ നീതി തേടി മെഡിക്കൽ കോളേജിന് മുമ്പിൽ 100ലധികം ദിവസമാണ് യുവതി സത്യാഗ്രഹം ഇരുന്നത്. തുടർന്ന് 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതികളാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നഷ്ടപരിഹാരം തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ യുവതി സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹർഷിനയ്ക്ക് ഇപ്പോൾ വീണ്ടും സർജറി ആവശ്യമായി വന്നിരിക്കുകയാണ്. ചികിത്സയ്ക്ക് ഭാരിച്ച തുക വരുന്നതിനാൽ ചികിത്സാ സഹായവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സമരസമിതി. കാണിച്ച ആശുപത്രിയിലുള്ള ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട് അവർക്ക് ചികിത്സ വേണ്ടി വരുമെന്നാണ്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഒരു സർജറി അവർക്ക് നടത്തേണ്ടതുണ്ട്. സർക്കാർ ഹർഷിനയെ സഹായിക്കും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സഭയ്ക്കകത്തും പുറത്തും മന്ത്രി ആവർത്തിച്ചു പറഞ്ഞതാണ്. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞതാണ്. അവരെ സഹായിക്കാൻ തയ്യാറാകേണ്ടേ? അവരെ സഹായിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന് സമരസമിതി യോഗം ചേർന്നു. അവർക്ക് ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടത്തിനുമായിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന് ഞങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 5 വർഷമാണ് വയറ്റിൽ കത്രികയുമായി യുവതിക്ക് ജീവിക്കേണ്ടി വന്നത്. ജനം, കോഴിക്കോട്.